ഹലോ, ഇന്ന് നവംബർ 2 ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ചാലക്കുടിയിലേക്കുള്ള യാത്രയാണ്. ഒരു സർപ്രൈസ് വിസിറ്റ്. എൻ്റെ ഡാഡിയുടെ സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ നമുക്ക് അപ്പഴൊന്ന് വിളിക്കാട്ടാ, വിഷ് ചെയ്യാൻ വേണ്ടി. എന്താണെന്നറിയോ, ഇത്ര നേരിട്ട് നമ്മൾ വിളിച്ചിട്ടില്ല. സോന ഞങ്ങളുടെ ഈ വരവ് ആർക്കും അവിടെ അറിയില്ല കേട്ടോ. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. നേരിട്ട് പോയി പപ്പയ്ക്കൊരു വിഷ് കൊടുക്കുക, പപ്പയ്ക്ക് ഒരുപാട് സന്തോഷമാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു തീരുമാനം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ വിളിച്ച് വിഷൊന്നും ചെയ്തിട്ടില്ല. ആൾ അതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ ആയിരിക്കും, അത് ഉറപ്പാണ്. പോകുന്ന വഴിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. 1 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ലുക്കാമോൽ കയറി ഊണ് കഴിച്ചു. ഊണൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഫിഷിൻ്റെ കാര്യത്തിൽ അവർ ഞങ്ങളെ പറ്റിച്ചു ഗൈസ്. ഭയങ്കര മോശം ഫിഷായിരുന്നു. അയില നമുക്കറിയാമല്ലോ, ഫ്രഷ് കഴിക്കുന്നതിൻ്റെയും കുറച്ച് ദിവസം ഇരുന്ന് പഴകിയ അയില കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ദിയ അതും പറഞ്ഞ് ഇങ്ങനെ എണ്ണിപ്പിറക്കിയാണ് ഫുഡൊക്കെ കഴിച്ചത്. ഞാൻ പിന്നെ വഴക്ക് പറയേണ്ടി വന്നു. ഒറിജിനൽ വോയിസ് ഇടാത്തതുകൊണ്ട് അതേ ദേഷ്യം പിടിച്ച മുഖം കണ്ടോ. അടിപൊളി ആംബിയൻസ് ആണ്, നല്ല രസമാണ് കാണാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ രസം നൈറ്റ് വരണം ഇവിടെ. ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അടിപൊളിയാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് നമുക്കിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ്. കായലിൻ്റെ സൈഡിലൊക്കെയാണ്, റോഡ് സൈഡിലൂടെയുള്ള കാഴ്ചകൾ കാണാം. കായൽ സൈഡിലിരുന്നാൽ കാറ്റ് കൊള്ളാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും സങ്കടം തീർക്കാൻ വേണ്ടി പെബിൾസൊക്കെ വാങ്ങിച്ചിട്ട് ഇതായിരുന്നു കഴിക്കുകയാണ് ഒരാൾ. അപ്പോൾ അങ്ങനെ ദിയയ്ക്ക് ഇത്തിരി സമാധാനമായി. അങ്ങനെ ഞങ്ങൾ നേരെ കൊച്ചി ടു ചാലക്കുടി, കുറേ നാളുകൾക്ക് ശേഷം. ഞാൻ നല്ലൊരു മടിച്ചിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ കുറച്ച് മടിയാണ്. കൊച്ചിന് ഒന്നാമത് ലീവിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോഴത്തേനും എങ്ങും ഇറങ്ങാറില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് കേട്ടോ, യാത്രകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇതേ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നാളുകൾക്ക് ശേഷം കാണുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അങ്കമാലി എത്തിയപ്പോൾ ഞങ്ങൾ ഡാഡിക്കുള്ള കേക്കൊക്കെ വാങ്ങിച്ചു. കേക്ക് ഡാഡിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ക്രീം കേക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ പ്ലം കേക്കാണ് വാങ്ങിച്ചത്. എന്നിട്ട് അതിൻ്റെ മേലെ പേരൊക്കെ എഴുതിപ്പിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഒരു കൊച്ചു വീടാണ് കേട്ടോ. അതേ ഇതുപോലെ കുറേ സ്റ്റെപ്സൊക്കെ ഇറങ്ങണം. ഡാഡിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സ്റ്റെപ്സൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ. പക്ഷേ വേറെ നിവർത്തിയൊന്നുമില്ല. അപ്പം അങ്ങനെ ദേ ഇറങ്ങി താഴെ എത്തിയപ്പോൾ നമ്മുടെ അനിയത്തി ഇങ്ങനെ കണ്ടു ഞങ്ങൾ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഞങ്ങളെ വെയിറ്റ് ചെയ്തുന്ന ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആൾക്ക് ചെറിയ എന്തോ ഒരു ഡൗട്ട് തോന്നിയിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഡാഡി ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ കിടക്കുന്നുണ്ട്, എൻ്റെ മക്കൾ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ മമ്മി പറഞ്ഞു, വേടി അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര സമയമായിട്ട് അവർ വിളിക്കാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഉള്ളിൽ. കണ്ടപ്പോൾ അത് പൂർത്തിയായി. അപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ കൂടെ പോയാൽ ഡാഡി അറിയും. ഡാഡി അവിടെ തന്നെ കിടക്കണം. അങ്ങനെ അടുക്കള വഴി ഞങ്ങൾ കയറി സർപ്രൈസ് ചെയ്യാൻ പോകാം കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday dear Papa. Happy birthday to you. Thank you. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. Thank you, thank you. മമ്മയുടെ മമ്മ സോന കൊടുക്കുന്നു. നീരുണ്ടല്ലേ? സർപ്രൈസ് ആയാ? ഞാൻ ഇപ്പൊ ഇത്ര നേരത്തെ പറഞ്ഞോളൂ, എന്റെ മക്കൾ എന്ത് പറ്റി വിളിക്കില്ലല്ലോ. മമ്മിക്ക് മനസ്സിലായി.
അമ്മയ്ക്ക് മനസ്സിലായി അമ്മ എന്തോ പറഞ്ഞു പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കാതിരിക്കോ രാവിലെ തന്നെ. എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ഒരു ബർത്ത്ഡേ അങ്ങനെ ഒരു നല്ലൊരു മെമ്മറബിൾ ആക്കി മാറ്റാൻ പറ്റി. ഓഗിമോളുടെ സന്തോഷം നോക്കിക്കേ. അവൾക്ക് പപ്പനെ കണ്ടപ്പോഴത്തേനും ഇങ്ങനെ പിന്നാലെ നിന്ന് മാറാണ്ട് നിൽക്കുന്നു. ഇതാണ് എൻ്റെ ഏറ്റവും ചെറിയ അനിയത്തി. ഇവളെ നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആൾക്ക് ഇത് വർക്ക് ഫ്രം ഹോം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഡെഡിക്കേഷൻ ഭയങ്കര കൂടുതലുള്ള, ആത്മാർത്ഥത കൂടുതലുള്ളൊരു ജോലിക്കാരി ആയതുകൊണ്ട് വീട്ടിൽ വന്നിട്ടിരുന്ന് വർക്കാണ്. ഞങ്ങളോട് സംസാരിക്കാൻ പോലും സമയമില്ല. പക്ഷെ ഞങ്ങളത് അടപ്പിച്ച് വെച്ച് സംസാരിച്ചു, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ അനിയത്തിയും ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അപ്പം അതിനിടയ്ക്ക് മമ്മിയും ഡാഡിയും കൂടി ഇതേ യോഗീനൊക്കെ എടുത്ത് അങ്ങനെ കളിപ്പിച്ച് അവരുടെ സന്തോഷമൊക്കെ കുറച്ച് നേരം ഞാൻ ക്യാപ്ചർ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഞങ്ങളുടെ കേക്ക്. ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ രസമെന്ന് വെച്ചാൽ കേക്ക് ഇപ്പോൾ ഡാഡിക്ക് ഇഷ്ടമല്ല, പക്ഷെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണല്ലോ. പക്ഷേ ക്രീം കേക്ക് അല്ലാത്തതുകൊണ്ട് എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. മുഖമൊക്കെ നോക്കി എല്ലാവരുടെയും മുഖമൊക്കെ പോയി, എല്ലാവരും ആകെ സങ്കടത്തിലാണ്. പക്ഷേ ഡാഡിയുടെ ദിവസമായതുകൊണ്ട് ഡാഡിയുടെ ഇഷ്ടം നോക്കിയിട്ടാണ് ഞങ്ങൾ എടുത്തേട്ടോ സത്യം പറഞ്ഞാൽ. ക്രീം കേക്ക് വേറൊരു ദിവസം നമുക്ക് വാങ്ങിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇനി നെക്സ്റ്റ് മന്ത്, അതായത് ഡിസംബറിൽ ഇനി 2 പേരുടെ ബർത്ത്ഡേസൊക്കെ വരുന്നുണ്ട്, കുഞ്ഞുമക്കളുടെ, അനിയത്തിൻ്റെ 2 മക്കളുടെ. അപ്പോൾ അങ്ങനെ എന്തായാലും അങ്ങനെ സമാധാനിപ്പിച്ച് ഞങ്ങളിതേ എല്ലാവരും കേക്കൊക്കെ കൊണ്ട്, ഡാഡിക്ക് കേക്കിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഡാഡിക്കിനെ എന്തോ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഡാഡി കഴിക്കണേ. ഡാഡി ലാസ്റ്റ് പറയുകയും ചെയ്തു, ദൈവമേ രക്ഷപ്പെട്ടത് വല്ലാത്തൊരവസ്ഥയാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. അത് ഞങ്ങളുടെ ഡാഡിയുടെ ബർത്ത്ഡേ ആഘോഷം, 72ാമത്തെ വയസ്സാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏക ഒരു ആൺതരി കേട്ടോ. ഇവരാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു ആൺതരി, ബാക്കിയെല്ലാം പെൺമക്കളാണ്. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. അവിടെ ഉള്ളത് അനിയത്തിയുടെ ഹസ്ബൻഡാണ് കേട്ടോ, ബൈജു എന്നാണ് പേര്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ സർപ്രൈസ് വിസിറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഡാഡി അവിടെ കുറച്ച് ബീഫാണ് വാങ്ങിച്ചിരുന്നത്, അതൊക്കെ അവർ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആൾ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ സോനമോളുടെ സ്പെഷ്യൽ ചിക്കൻ കറിയൊക്കെ ആക്കി. പിന്നെ സാധാരണ ചോറ്, പിന്നെ കുറച്ച് സലാഡ്സ്. ബീഫ് അവർ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് ഉച്ചയ്ക്ക് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു. അത് കൂടാണ്ട് ഈ പാവയ്ക്ക, ഇത് നമ്മുടെ മമ്മിക്കാണ്. മമ്മിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കൂട്ടാൻ പറ്റില്ല. മമ്മി നോൺ വെജ് കഴിക്കാൻ പാടില്ല, ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, ആൾക്ക് വയ്യാത്താണ്. എപ്പോഴും മരുന്നുകൾ മാത്രമായിട്ട് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ നോൺ വെജ് ഒന്നും തൊടാൻ പാടില്ല. അപ്പോൾ മമ്മിക്ക് വേണ്ടിയിട്ട് പാവയ്ക്കയാണ്, അതാണ് മമ്മി കഴിക്കാറുള്ളത്. അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ഡാഡീനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ സാധിച്ചു. ഡാഡിയുടെ മുഖത്ത് ആ സന്തോഷം കാണാൻ പറ്റിയെന്നുള്ളൊരു ആത്മസംതൃപ്തിയായിരുന്നു കേട്ടോ ഉള്ളിലൊക്കെ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ച് കൂടി ഞങ്ങളങ്ങനെ അന്ന് രാത്രി തന്നെ യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ. രാവിലെ സോനയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക്. ഇതായിരുന്നു ഞങ്ങളുടെ സർപ്രൈസ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സപ്പോർട്ടിന് നന്ദി, ഇനിയും സപ്പോർട്ട് വേണം. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.